സൂപ്പർ ലീഗ് കേരളയിൽ കന്നിക്കിരീടം നേടി കണ്ണൂർ വാരിയേഴ്സ്. തൃശൂർ മാജിക് എഫ്സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് കണ്ണൂരിന്റെ വിജയം. കണ്ണൂർ സ്വദേശി മുഹമ്മദ് സിനാന്റെ പ്രകടനം വാരിയേഴ്സിന്റെ വിജയത്തിൽ നിർണായകമായി. കണ്ണൂരിന് വേണ്ടിയുള്ള വിജയമെന്ന് വാരിയേഴ്സ് സെലിബ്രിറ്റി ഓണർ ആസിഫ് അലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 25,000-ന് മുകളിൽ പേരാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മത്സരം കാണാനെത്തിയത്. സൂപ്പർ ലീഗ് കേരളയിൽ അങ്ങനെ കണ്ണൂർ വാരിയേഴ്സ് കപ്പടിക്കുകയാണ്. കണ്ണൂരിന്റെ സൂപ്പർ താരം സിനാൻ നമുക്കൊപ്പം ചേർന്നു. സിനാൻ, ഹാപ്പിയാണ്? വളരെയധികം ഹാപ്പിയാണ്. നാട്ടുകാർക്ക് മുമ്പിൽ എന്താ പറയാ, ഇതുവരെ ഗ്രൂപ്പ് സ്റ്റേജിൽ ജയിച്ചില്ല, അവർക്ക് വലിയൊരു സമ്മാനമായി നമ്മൾ ഫൈനലിൽ ജയിച്ച് കാണിച്ചു കൊടുത്തു, ചാമ്പ്യൻസ് ആയി. വളരെയധികം സന്തോഷം. ഈ കണ്ണൂർ വാരിയേഴ്സ് കപ്പടിക്കുമ്പോൾ സിനാനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല, സിനാന്റെ ഫാമിലി ഓർക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? എങ്ങനെയാണ് ഫാമിലി, ഉപ്പയൊക്കെ എങ്ങനെ ഓർമ്മിക്കുന്നത് ഈ സമയത്ത്? ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. കാരണം എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. നിങ്ങളിത് കാണുക, തൂക്കിയല്ലേ ഡ്രീം വിൻ. അങ്ങനെ എത്രമാത്രം സന്തോഷം നൽകുന്നതാണ് ഈ കാണുന്നില്ലേ, ഈ കാണുന്നതാണ് സന്തോഷം. ഈ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇത്രയും ദിവസം ഈ കഴിഞ്ഞ 10-36 മാച്ചായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഹിസ്റ്റോറിക് വിന്നാണ്. 10 ആളുമായിട്ട് നമ്മൾ 11 പേര് അവരുമായിട്ട് നമ്മൾ കളിച്ചു. ഒരു റെഡ് കാർഡ്. ആധിപത്യം മൊത്തം നമ്മുടെ കയ്യിലായിരുന്നു. കളിയുടെ ആധിപത്യം നമ്മൾ ജയിച്ചു. ജയിക്കേണ്ടുന്ന കളിയാണ്. വി ഡിസേർവ് ദിസ് വിൻ. ഫൈനൽസിന് ഇതിനും വലിയൊരു ഗ്രൗണ്ടും ഇതിനും വലിയൊരു ലൊക്കേഷനും വേറെ ഇല്ല. കണ്ണൂരിന്റെ ടൂർണമെന്റ് ആയിരുന്നു ഇത്. ഇതിൽ ഫൈനൽസ് കണ്ണൂർ എത്തി. ഫൈനൽ മാച്ച് കണ്ണൂർ നടക്കുന്നു ആൻഡ് ഫൈനൽസ് നമ്മൾ ജയിക്കുന്നു. ഈ ഓഡിയൻസിന് എങ്ങനെയാണ്, ഇവരോടാണ്, ഈ കാണികളോടാണ് ഒരു പക്ഷേ കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോളിനോടുള്ള മലയാളിയുടെ സ്നേഹം? കണ്ണൂർ ഒരു സെക്കൻഡ് സീസണാണ് ഇത്. സൂപ്പർ ലീഗിന്റെ SLK തുടങ്ങിയിട്ട് രണ്ടാമത്തെ സീസണാണ്. രണ്ടാമത്തെ സീസണിൽ ഒരു ഗെയിമിന്റെ ഫാൻ ഫോളോയിങ് ആണ് ഈ കാണുന്നത്. 30,000 കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിലാണ് ഓൾമോസ്റ്റ് 35,000 ആൾക്കാരാണ് നിൽക്കുന്നത് പുറത്തുമായിട്ട്. നമ്മൾ ഈ പയ്യാമ്പലത്തെ ടീം പ്രഖ്യാപിക്കുമ്പോ വരിക ജയിക വാഴുക എന്ന് പറഞ്ഞു വന്നവരാണ് ഇപ്പോ വാഴുന്നവരായി മാറിയിരിക്കുന്നു. അത് തന്നെ, വരിക ജയിക വാഴുക. നമ്മൾ ജയിച്ചു. ഇത് ജയം ഈ ജനങ്ങൾക്കുള്ള ജയമാണ്, ഈ കാണികൾക്കുള്ള ജയമാണ്, കണ്ണൂർക്കാർക്കുള്ള ജയമാണ്, ഇത് കേരളത്തിന്റെ ജയമാണ്. തീർച്ചയായും അത് തന്നെയാണ്. ഇത് കേരളത്തിന്റെ ഫുട്ബോൾ ആവേശത്തിന്, കണ്ണൂരിന്റെ ഫുട്ബോൾ പൈതൃകത്തിനുള്ള വിജയമാണ് എന്ന് കണ്ണൂർ വാരിയേഴ്സ് പറയുന്നു. എങ്ങനെയുണ്ടായിരുന്നു കണ്ണൂരിന്റെ കളി? പവറാണ്, തൂക്കി നമ്മൾ തോറ്റത് എന്തിനാ ഇത്ര കളി ഫൈനലിൽ തൂക്കേ ഈ സ്റ്റേഡിയത്തിൽ നിന്ന്, അത്രേ ഉള്ളൂ. തോറ്റാലും ജയിച്ചാലും ജയിച്ചത് ഫുട്ബോളാണ് എന്ന് കണ്ണൂരിലെത്തിയ ഈ 25,000-ലേറെ വരുന്ന കാണികൾ പറഞ്ഞു വയ്ക്കുന്നു. ഇത് തന്നെയാണ് കേരളത്തിന്റെ ഫുട്ബോളിന് സൂപ്പർ ലീഗ് കേരള നൽകുന്ന ആവേശവും ഊർജവും. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.